ഹലോ, ഞാൻ സുനി സജി രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡൈമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽസമൃദ്ധിയാൽ ഈശ്വരൻ നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന ഈശ്വരൻ നിങ്ങളെ നിറയ്ക്കട്ടെ. മക്കൾ ക്രിസ്തുവിച്ച് ലോകത്തിൽ ഉന്നതര ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇതെന്നും നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കണം. ഇത് തന്നെ വിശ്വസിച്ച് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴും. പരിശുദ്ധാത്മാവ് സഹായിക്കും ഇതെല്ലാം വാഴാൻ. ഒരു വചനം വായിച്ചു തുടങ്ങാം. യാക്കോബ് 3:13 പറയാം, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. ഇപ്പൊ ബൈബിളിൽ ഒരു ജ്ഞാനി ആരാന്നാ കാണിക്കണേ? MSc-കാരനോ MTech-കാരനോ MD-കാരൻ ഡോക്ടറോ ഒന്നുമല്ല. അവൻ്റെ ജ്ഞാനത്തിൻ്റെ ലക്ഷണമായ സൗമ്യത. എനിക്ക് പണ്ട് ഞാനൊക്കെ സൗമ്യതയുള്ള ഭൂമി കൈവശമാക്കുന്നു എന്നൊക്കെ ബൈബിളിൽ ഞാനൊക്കെ ദൈവമേ, പണ്ടെൻ്റെ വിചാരം ഈ സ്ഥലം മേടിക്കണേനെ ഭൂമി കൈവശമാക്കുക എന്ന് പറഞ്ഞാൽ. മഹാത്മാഗാന്ധി ഭൂമി ലോകം മുഴുക്കനും കൈവശമാക്കിയില്ല. മഹാത്മാഗാന്ധി സൗമ്യതയോടുകൂടി. അപ്പോൾ യേശുബ്രാൻ എന്നാ പറഞ്ഞേ? ഞാൻ സൗമ്യതയും, എനിക്ക് ഏറ്റവും അധികം യേശുബ്രാൻ്റെ വാമൊഴിയാ പറഞ്ഞിങ്ങനെ, ഞാൻ സൗമ്യതയും താഴായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ യേശുബ്രാൻ സൗമ്യത ഗമിയോടുകൂടി പറയാ, ഞാൻ ദൈവമാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. കാരണം എൻ്റെ സ്വഭാവം സൗമ്യതയും താഴായ്മയാണ്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാകുന്നു എന്ന് ഓർത്തു വെക്കുക. ജ്ഞാനലക്ഷണം, ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം. അപ്പം ജ്ഞാനത്തിൻ്റെ ലക്ഷണം, ആ ദൈവത്തെ അറിയുന്നവന് സൗമ്യതയും താഴായ്മയും വരും. ഞാനിത് കൂടെ ചിന്തിച്ച് ഞാൻ ധ്യാനിക്കും. കാരണം എന്നിലിതൊന്നുമില്ല. അപ്പോൾ എനിക്കിതൊക്കെ ഉള്ള മനുഷ്യരെ കാണുമ്പോൾ ഭയങ്കര കൊതിയാട്ടോ. എനിക്ക് ഒത്തിരി പേരെ ഞാനിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ, ഞങ്ങളുടെ ഇവിടെ ഒരു ഉഷാജിയുണ്ട് കടയമെന്നെ മഗ്നാമയിലെ ഉഷാജി. എപ്പോഴും എന്തൊരു സൗമ്യതയൊക്കെ എൻ്റെ അമ്മയെ, എൻ്റെ വാക്ക്, അത് നടക്കണതും എല്ലാം. അപ്പം ഞാനിങ്ങനെ ഉഷാജീനെ ഇങ്ങനെ, അപ്പോൾ എനിക്കങ്ങനെ ഉള്ളവരെല്ലാവരും ഞാൻ ഭയങ്കര ബഹുമാനവും ഇങ്ങനെ അവരെ അത്ഭുതത്തോടുകൂടി നോക്കി. എനിക്കില്ലാത്ത എൻ്റെ സ്വഭാവമുള്ളവരെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോഴല്ല, പണ്ട് മൂരാച്ചി സ്വഭാവമായിരുന്നു. ഇപ്പോഴും യേശുവിൻ്റെ ആ സ്വഭാവം പൂർണ്ണമായിട്ട് കിട്ടിയാലേ ഒരു മനുഷ്യനെല്ലാം നേടുകയുള്ളൂ. ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെങ്കിൽ ഈ പറയുന്ന സൗമ്യതയും താഴായ്മയും കരുണയും ദയ സ്നേഹവും ഒക്കെ പരിശുദ്ധാത്മാവിലെ യേശുബ്രാൻ അണിയിക്കും. അത് മേടിച്ചെടുക്കുക, അത് അണിയുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ വാഴുമ്പോൾ ഈ കൃപാവരങ്ങളെല്ലാം, സ്നേഹം, യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകും. യേശുവിൻ്റെ ക്ഷമ, നെഞ്ചിന് കുത്തിയവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ ക്ഷമയല്ലല്ലോ. ഇതൊക്കെ നമ്മളീ വാഴും. അപ്പോൾ എപ്പോഴും നമ്മളത് ഓർത്ത് ധ്യാനിക്കുക. ക്രിസ്തു എന്ന മഹാ അത്ഭുതത്തിനെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ലോകത്തിൽ ഒരേ ഒരു മഹാ അത്ഭുതമുള്ളൂ, അത് യേശു ക്രിസ്തു. ജാതിയുടെ ദൈവത്തിൻ്റെ കാര്യമല്ല കേട്ടോ, നമ്മുടെ ലോക ചരിത്രത്തിനെ രണ്ടാക്കിയ യേശു ക്രിസ്തുവിൻ്റെ കാര്യമാട്ടോ പറയണേ. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ദൈവത്തിനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ക്രിസ്തു മതം പ്രചരിപ്പിക്കുക എന്നൊന്നും ഓർക്കരുത്. ക്രിസ്ത്യാനി ആകേണ്ട, മതവും പ്രചരിപ്പിക്കേണ്ട. ക്രിസ്ത്യാനിക്ക് യേശു ക്രിസ്തു എന്നാണെന്നറിയാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പോഴേ യേശുവിനെ പഠിക്കാൻ തുടങ്ങിയിട്ട് ABCD ഒരു A ആയിട്ടേ ഉള്ളൂ, Z വരെ എത്തണം. അപ്പോൾ ആ യേശുവിൻ്റെ ആഴവും വലിപ്പവും നീളവും വ്യാപ്തിയും സ്നേഹത്തിൻ്റെ ഇതൊക്കെ അറിയുന്നവൻ എന്ത് മിടുക്കനാ, അതറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് മുടി കരാട്ടിൻ്റെയാണ്. കരാട്ടിനും അധികവും കരാട്ടിനാണ്. പിന്നെ ഹെയർ ലാസിനും ഉണ്ട്. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കാണ്. കരാട്ടിൻ നമ്മൾ ചെയ്യുന്ന കരാട്ടിൻ ബയോടാനിസ്, നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് നമ്മൾ ചെയ്യണേ. നല്ല ഗുഡ് റിസൾട്ടാണ്. എല്ലാവരും പിന്നെ നമ്മുടെ അടുത്ത് ചെയ്യുന്നവരെല്ലാവരും നമ്മുടെ അടുത്ത് തന്നെ രണ്ടാമത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ അവർക്കത് ഗുഡ് റിസൾട്ട് കിട്ടിയിട്ട് ആഫ്റ്റർ കെയറും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും മുടി ഉണ്ടാകാനുള്ള വിറ്റാമിൻ ഗുളികകളും ആഫ്റ്റർ കെയറും എല്ലാം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും ഗുഡ് റിസൾട്ട് കിട്ടിയാലേ നമ്മളെ തേടി വരുവുള്ളൂ. അപ്പോൾ അങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ഹെയർ മേക്ക് ഓവർ വരുമ്പോൾ നമുക്ക് ഒത്തിരി ചേഞ്ച് വരും കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഫേഷ്യൽ, കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ ഫേഷ്യൽ കൊണ്ട് വരുവാട്ടോ. അപ്പോൾ ബ്യൂട്ടി പാർലറിൽ വന്നപ്പോൾ ഞാൻ ഗോൾഡ് സ്വർണ്ണക്കടയിൽ, അപ്പോൾ അയാൾ ആ പ്രൊഡക്റ്റും കൊണ്ട് വന്നേ. ചുമ്മാ ഒരു 5 മിനിറ്റ് എടുത്തില്ല, 2 മിനിറ്റ് ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ഫേഷ്യൽ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എൻ്റെ കൈയുടെ ഇവിടെ ഒന്ന് കാണിച്ച് ഭയങ്കര ചേഞ്ച് വന്നു. ഇത്ര ഇങ്ങനെയൊന്നും അയാൾ കാണിച്ചപ്പോഴത്തേന് ഇവിടുത്തെ സ്കിന്നും ഈ കൈയും കൂടെ കൂടി നിങ്ങൾക്ക് നോക്കുമ്പോൾ നല്ല ചേഞ്ച് ഇല്ലേ? വണ്ടറടിക്കുന്ന ചേഞ്ച്. 1 മിനിറ്റ് ഇങ്ങനെ കാണിച്ച് ടിഷ്യൂ കൊണ്ട് തൂത്തിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞപ്പോഴത്തേനും അപ്പോൾ അത് നന്നായിട്ട് മസാജ് ചെയ്ത് അരമണിക്കൂർ. അപ്പോൾ ഫേഷ്യലിനൊക്കെ സ്കിന്നിനൊക്കെ അത്ര ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ എന്നും ഓർത്തോട്ടോ
അത് ആ എന്തെല്ലാം പ്രൊഡക്റ്റൊക്കെയാണ് അങ്ങനെ നമുക്കതപ്പോൾ ഗ്രാൻഡ് റിസൾട്ടുകൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ വരും. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യണം, മുടി ഹെയർ മേക്ക് ഓവർ നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി ഒരുക്കണം. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേശു വസിക്കുന്ന വിശുദ്ധ മന്ദിരങ്ങളാണ് നമ്മളിതിൻ്റെ ഉടമസ്ഥനല്ല. ഇത് ദൈവത്തിന് വസിക്കാനുള്ള ആലയം മാത്രമാണ്. ആ ആലയത്തിനെ വൃത്തിയോടുകൂടി നോക്കുക. അങ്ങനെ നോക്കാനുള്ള ബുദ്ധി ഞാനൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിക്കുക, ആരോഗ്യം ഭയങ്കരമായിട്ട് നോക്കുക. നമ്മുടെ ആരോഗ്യമാണ് ദൈവത്തിന് അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മളത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ നിൽക്കുകയാണ്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കുടുംബത്തിന്, മക്കൾക്ക്, സകലർക്കും ഭൂമിക്കൊരു അനുഗ്രഹമായി മാറുന്നത് നമ്മുടെ ആരോഗ്യത്തോടെ നമ്മൾ നോക്കുകയാണ്. ആരോഗ്യം നമ്മുടെ വിലയേറിയതാട്ടോ. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് പരിപാലിക്കുക. അപ്പോൾ പിന്നെ ശബരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇങ്ങനെ ഫേഷ്യൽ, പെഡിക്യൂർ ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലേ എൻ്റെ കാലിൻ്റെയൊക്കെ കാര്യം അധോഗതിയാണ്. നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്തില്ലെങ്കിൽ നഖങ്ങളൊക്കെ പോകും. എല്ലാം ബ്യൂട്ടി പാർലറിലെ ബ്ലീച്ച് എനിക്ക് ഞാൻ ബ്ലീച്ച് ഇപ്പോൾ നമ്മുടെ കടയിൽ വരുത്തണേ ഇല്ല. ബ്ലീച്ച് മാത്രമേ എനിക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ. ബാക്കി എല്ലാം ബ്യൂട്ടി പാർലറിൽ കയറി ചെയ്യണം. ആണുങ്ങളുടെ ബ്യൂട്ടി പാർലർ നോക്കിയാൽ മറ്റേ പെണ്ണുങ്ങളെ കളിയാക്കിക്കൊണ്ടിരുന്ന ബ്യൂട്ടി പാർലറിൽ പോകുന്നവരെ ആണുങ്ങളുടെ ബ്യൂട്ടി പാർലർ ബുക്ക് ചെയ്യണം കയറണമെങ്കിൽ. അവിടെയാണ് ഇപ്പോൾ ഏറ്റവും തിരക്ക്, പെണ്ണുങ്ങളുടെ പാർലറിലല്ല. അപ്പോൾ ആണുങ്ങൾക്ക് ഒരേ സൗന്ദര്യബോധമായി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ, എല്ലാം ഡള്ളായി. എല്ലാവരും പറയും ഞാൻ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ടില്ല, വലിയ ഗമയോടുകൂടി. അതെന്നാ എന്ത് ഗമ, അവരെ കണ്ടാ അറിയാം. ബ്യൂട്ടി പാർലറിൽ കയറാത്തതിൻ്റെ കുഴപ്പങ്ങളെല്ലാം കണ്ടാ അറിയാം. നമ്മൾ കയറിയാൽ നമ്മൾ ഒത്തിരി നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി തരാൻ യേശുമ്പരാൻ മതിയായവൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥന, സന്തോഷം, നമ്മളെ തന്നെ ഒരുക്കുക, ഇതെല്ലാം അതിൽ പെടും. അപ്പോൾ ദൈവം ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ള ബുദ്ധി വന്നേക്കണം നമുക്കൂടി ഒരുങ്ങാനാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നരച്ച് കുറച്ചൊക്കെ ഇരിക്കണ്ടേ. ഞാനൊക്കെ കളർ വെച്ച് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി എനിക്ക് അനുഭവിക്കാൻ തന്നേക്കണേ. ഈ ലോകത്തിൽ ഓരോ കാര്യവും നന്മ നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം എല്ലാം ഒരുക്കിയേക്കണേ. അപ്പം അതൊക്കെ അനുഭവിക്കുക, എല്ലായിടത്തും വരിക. അപ്പം മുടിയൊക്കെ സെറ്റ് ചെയ്യുക, മുടിയുടെ വീഡിയോസ് കാണുക. അപ്പോൾ രേവതി ബ്യൂട്ടി പാർലർ നമ്മളെല്ലാം ബ്രാൻഡ് സാധനമാണ്. ഫേഷ്യലിനായാലും എന്തിനായാലും നമ്മൾ ആ കമ്പനി ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. എല്ലാം ബ്രാൻഡഡാണ് ചെയ്യണേ. അപ്പോൾ യേശുമ്പരാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പെട്ടെന്ന് വരിക. ഈ ഹെയർ മേക്ക് ഓവറിന് വന്നാട്ടോ ആശാത്തി പറയുന്നത് ആദ്യമായിട്ടാട്ടോ ഞാൻ ഹെയർ ചെയ്യണേന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടല്ലേ എല്ലാ കാര്യവും ചെയ്യണേ. ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു കാര്യമാണ്. പിന്നെ തലേന്ന് കെളുത്ത് വരുമ്പോൾ നമുക്ക് ആ പഴയ മോച്ചായ ഇഷ്ടപ്പെടില്ല. എല്ലാവരും റീയടിക്കാൻ വരും. പിന്നെ ഒരു മുടി പോലും ഇരട്ടി മുടിയാകും. നന്നായിട്ട് പണ്ട് എങ്ങനെ തിക്നെസ് ഉണ്ടായിരുന്നു ആ അവസ്ഥയായിട്ട് വരുള്ളൂ. അതിൽ കൂടുതൽ തിക്നെസ് ആയിട്ട് വരില്ല. പക്ഷെ ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ കഴിച്ചാൽ, മൾട്ടി വിറ്റാമിൻ കഴിക്കുമ്പോൾ ഹെൽത്ത് മൊത്തത്തിൽ കയറും. അതാലും മുടി തന്നെ ആരോഗ്യമുള്ളവൻ്റെ തെളിവാണ് മുടിയും എല്ലാം നല്ല പറയണത്. അപ്പോൾ നമുക്ക് ആ ആരോഗ്യത്തിലേക്ക് വരും മൾട്ടി വിറ്റാമിൻ കഴിക്കില്ലേ. അപ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാതെ ഇതെപ്പോഴും പൊട്ടിയൊക്കെ ഇരിക്കുക, നിറച്ച് പൊട്ടി. അതേ ഉണ്ടോ ക്ലോസപ്പ് കാണിച്ചല്ലോ അല്ലേ. അപ്പോൾ ഈ പൊട്ടൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം D3 ഒന്നും കാണില്ല, ചിലർക്ക് കാണും. അപ്പോൾ വേറെ വല്ല വിറ്റാമിൻ്റെ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്യാനായാലും മറക്കരുത്. D3 ഇല്ലെങ്കിൽ നമുക്ക് ഏത് വിറ്റാമിൻ കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല. ഇതൊക്കെ എപ്പോഴാണ് അറിയണേ. എൻ്റെയൊക്കെ പല്ലൊക്കെ പോയി. അത് കാരണം ഞാനിങ്ങനെ D3 ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ D3 കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാത്ത വ്യക്തിയാണ്. എൻ്റെ പെൺകൊച്ചു പറഞ്ഞു അമ്മ എന്തിനാ D3 ടെസ്റ്റ് ചെയ്യാനൊന്നും പോകണ്ട, അമ്മ ഞാൻ D3യുടെ ഗുളിക കഴിച്ചോ, D3 ഒക്കെ കുറവായിട്ട് തോന്നുന്നു. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് ടെസ്റ്റ് ചെയ്യാൻ പറയുമല്ലോ നോക്കി. ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് പിന്നെയും മിനിമത്തിൽ താഴെയാണ് 25. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക, അത്ര വല്ല വട്ടപ്പൂജത്തിലാർന്ന് കണക്കാക്കണം. അതല്ലേ വല്ലപ്പടിയും പോയി എല്ലാം കംപ്ലൈൻ്റ് ആയി. അപ്പോൾ D3 നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ റേറ്റിൽ ഓർത്ത് വിഷമിക്കണ്ട, അത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ, ഹീമോഗ്ലോബിൻ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ ഇത് അതിമനോഹരാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാവേ. ശരിയെന്ന് ഈ മുടിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടി കണ്ടായിരുന്നല്ലോ അല്ലേ. ഇപ്പോൾ മുടി ഡാൻസ് ഒക്കെ കളിച്ചു തുടങ്ങി. ഇച്ചിരി വേണമെങ്കിൽ അറ്റമൊക്കെ വെട്ടാം. പക്ഷേ ഈ ചുരുണ്ട് ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം. അപ്പോൾ ആ മുടി ഇങ്ങനെ നിവർന്ന് നേരെ കാണുമ്പോൾ വെട്ടാൻ പോലും ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വെട്ടണ്ടാണ്, കൊതി മാറട്ടെ. ഈ കുറേ കഴിഞ്ഞ് റീയടിച്ചടിച്ചടിച്ചടിച്ച് നിവർന്ന് തന്നെ വന്നോളൂ. അപ്പോൾ ഇപ്പം ആദ്യം ഒരു കുതിയല്ലേ ഒത്തിരി നീളത്തിൽ,
ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ, ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര ഒരു സൂപ്പർ ഇതല്ലേ. അപ്പം ഇതാണ് അടിപൊളി സെറ്റ്, ഭയങ്കര മനോഹരമായിട്ടല്ലേ ഇരിക്കണേ നോക്കി. അപ്പം അതീവ മനോഹരമായിട്ട് യേശുവിൻ്റെ കൃപയാ കിട്ടി. ഇനി ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഈ കമ്പനിയുടെ തന്നെ വേണം. പിന്നെ മൾട്ടി വിറ്റാമിൻ സിങ്കോവൈറ്റും ബയോട്ടിനും മാറി മാറി കഴിക്കണം. അത് കൂടാണ്ട് D3 ഒക്കെ ടെസ്റ്റ് ചെയ്യണം. D3യുടെ ഗുളിക ടെസ്റ്റ് ചെയ്യാണ്ട് കഴിക്കാമെന്ന് വെച്ചാലും D3 ഒത്തിരി താഴെയാണെങ്കിൽ കയറി വരാൻ ഒത്തിരി സമയം എടുക്കൂലേ. അപ്പം അതനുസരിച്ച് അവർ ഡോക്ടർമാർ ഗുളിക കൊടുക്കും. അപ്പോൾ ഇത് കണ്ടോ എന്ത് ഭംഗി. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഒന്നിന് മറുപടിയില്ല. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു മുടി ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഏത് മനുഷ്യനും ഇഷ്ടപ്പെടുമല്ലോ. ഭയങ്കര ഒരു മഹാത്ഭുതമായിരിക്കുമല്ലോ. നമുക്ക് തന്നെ എൻ്റെ മുഖമൊക്കെ ഒത്തിരി മാറി കേട്ടോ. മുഖം കാണിക്കില്ലോ. ആളാ ഇങ്ങനെ ചുരുണ്ടിരുന്നിട്ട് ഇങ്ങനെ ആ മുടി വരുമ്പോൾ തന്നെ മുഖത്തിന് എന്ത് മാറ്റം വരും മനുഷ്യർക്ക്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് മുഖം ഒക്കെ. കാണിക്കാണ്ട് നമ്മൾ പറഞ്ഞിട്ടാണ് ആര്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാട്ടാ പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള മുടിക്കാരും ഒക്കെ ട്രീറ്റ് ചെയ്തിട്ട് അല്ലെ ആ പൊട്ടി പൊളിഞ്ഞ് വലിച്ച് ചിലത് ക്ഷീണമാകുമ്പോൾ ഇങ്ങനെ വലിച്ച് പൊട്ടിച്ച് ഒന്നും വേണ്ടെന്ന് ഇനിയൊക്കെ എല്ലാവരും ഇങ്ങനെ ട്രീറ്റ് ചെയ്തല്ലാണ്ട് നടക്കൂല. അപ്പോൾ എല്ലാ കെയറൊക്കെ ഇങ്ങനെ നമുക്ക് ഫ്രീ ആകാം. പിന്നെ ഒരു ഡ്രസ്സ് എടുത്തിട്ടാൽ നമ്മൾ നല്ല സൂപ്പറായിട്ട് നമ്മളിങ്ങനെ പോകുന്നു ഡ്രസ്സ് എടുത്തിട്ടാൽ. അപ്പോൾ ശരിയാണ്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മുടി കണ്ടല്ലോ, ഇങ്ങനെ മുടിയുള്ള ഒത്തിരി മനുഷ്യരുണ്ട്. സങ്കടം വരും, മുടിയില്ല, മുടി ഇതിനപ്പടി മുടി കൊഴിച്ചിലാണെന്ന് പറഞ്ഞത്. വിറ്റാമിൻ ഗുളിക കഴിക്കേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ബയോട്ടിനാട്ടോ കയറണം നഖത്തിനുള്ള. മൾട്ടി വിറ്റാമിൻ കഴിക്കുമ്പോൾ ബയോട്ടിൻ കഴിക്കണം മുടിക്ക്. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുക്കനും ബയോട്ടിനല്ല കഴിക്കാൻ. ഒരു മാസം ബയോട്ടിൻ കഴിച്ചാൽ സ്ഥിരമായിട്ട് ഒരു വിറ്റാമിൻ ഗുളികയും കഴിക്കരുത്. അടുത്ത മാസം സിങ്കോവൈറ്റ്, അങ്ങനെ കാൽസ്യം, ഇടയ്ക്കിടയ്ക്ക് വിറ്റാമിൻ ഗുളികകൾ കഴിക്കാവുള്ളൂ. ഇങ്ങനെ ഓരോന്ന് എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ വർഷം ഞാൻ ബയോട്ടിൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി ഊരിൽ മാറില്ല. ഈ മാസം ഞാൻ ബയോട്ടിൻ കഴിച്ചാൽ അടുത്ത മാസം ഞാൻ സിങ്കോവൈറ്റ് കഴിക്കും. അങ്ങനെ ഓരോന്ന് മാറി കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് ബയോട്ടിൻ കഴിച്ചാൽ മുടി ഊരിൽ മാറും. ഇതല്ലേലും ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആഫ്റ്റർ കെയറോട് കൂടി മുടി സൂപ്പർ ബെറ്റർ ആവും, അടിപൊളിയാകും. അപ്പോൾ ഇത് കണ്ടോ ഈ മുടിയുടെ അവസ്ഥ ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ മുടി ഇരിക്കണം കണ്ടോ. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിന് വരുന്ന പോലെയാണ്. അപ്പോൾ അത് കാണാൻ വെയിറ്റ് ചെയ്യൂ 4 മണിക്കൂർ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മുടി കണ്ടിട്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നണല്ലേ. ഇതേ കണ്ടോ, എല്ലാവരും ഇങ്ങനെ കാണിക്കുമ്പോൾ ചോദിക്കും വെച്ച് പിടിപ്പിക്കണയാണോ, ആ മുടിയാണോ ഈ മുടി നിങ്ങളിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ? അതേ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും വെച്ചിട്ടില്ല. ആ കൊച്ചിൻ്റെ നാച്ചുറൽ മുടിയെ കൊച്ചിന് നല്ല ഉള്ളുണ്ടായിരുന്ന അപ്പടി ഊരിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൾട്ടി വിറ്റാമിനും കഴിക്കുമ്പോൾ അടുത്ത ഉണയെ കൊച്ച് റീ അടിക്കാൻ വരുമ്പോൾ പനങ്കരയായിട്ടായിരിക്കും യേശുവിൻ്റെ കൃപയാ വന്നെ. നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ ഇങ്ങനെ ഒരു 5-8 മാസം കഴിയുമ്പോൾ തറ മറച്ച് മുടി റീ അടിക്കാൻ അത്രയ്ക്കും തിക്കായിട്ട് മുടി ഉണ്ടായിക്കോളും. നമ്മളങ്ങനെ നമുക്ക് എങ്ങനെ പണ്ട് ഭയങ്കര ഉള്ളുണ്ടാകാം ആ രീതിയിട്ട് വരും കേട്ടോ. ഒറ്റ മുടി ഊരൂല. നമ്മൾ ആഫ്റ്റർ കെയർ അത്ര ബെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യണം. അതിൽ നിർബന്ധം പറയുക. പിന്നെ അതിൽ നിന്ന് മാറരുത്. കാരണം മാറില്ല, നമ്മളത് യൂസ് ചെയ്യുന്നത് നന്നായിട്ട് അഡീഷനായി പോകും. മുടിയൊക്കെ ഇങ്ങനെ സിൽക്കി പോലെ കിടക്കും. പിന്നെ എങ്ങനെ മാറും നമ്മൾ കേട്ടോ. ഇത് നീല കിടക്കണേ ഇഷ്ടം പോലെ മുടിയായില്ല. ആ മുടിയാണോ നോക്കി ഇതേ കണ്ടോ. ഇഷ്ടപ്പെട്ടോ? അപ്പം ആന്നാട്ടോ പറഞ്ഞേ. മൊത്തത്തിൽ നാണം കുടുങ്ങിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ഇങ്ങനെ മുടിയുള്ളവർ ആരും സങ്കടപ്പെടണ്ട. മുടിയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മുടിയില്ലേ. അപ്പം നമ്മൾ അതിനൊക്കെ ദൈവം ഓരോ ബുദ്ധി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഓരോ മനുഷ്യർക്ക്. അത് നമുക്ക് പ്രയോജനമായല്ലോ. അപ്പം മുടിയില്ലാത്തവർ സങ്കടപ്പെടണ്ട, വെഞ്ഞ് പോരെ. അപ്പം ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മോക്കൊക്കെ എല്ലാവർക്കും തന്നെ പണ്ട് പനങ്കൊല ഉണ്ടായിരുന്നവരായിരിക്കും. പനങ്കൊല അല്ലെങ്കിൽ ആവശ്യത്തിന് മുടി ഉണ്ടായിരുന്നതായിരിക്കും. ഇതിപ്പോൾ കണ്ടോ, ഇതിങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ കൈ കോർത്ത കാരണം ഇവിടെ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇത് കുറേ നേരം കഴിയുമ്പോൾ ഈ മുടിയുടെയൊക്കെ അവസ്ഥയിൽ ഇങ്ങനെ ഈ ചുരുണ്ട് കയറില്ലേ, ഇങ്ങനെ കിടക്കണം മുടിയായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ മുടിയേ ഇല്ല, നല്ല പൊക്കവും മണ്ണൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് മുടി കുറഞ്ഞാലും ഇതുപോലെ ഞാൻ ഒരു മുടി ഒരു പ്രാവശ്യം ഇത്രയും ഷോർട്ടാക്കിയതാണ്. അപ്പോൾ പുറകിൽ നോക്കിയപ്പോൾ എൻ്റെ തടിയെല്ലാം കണ്ട് ഞാൻ പുറകിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടെ വണ്ണം മറയ്ക്കാൻ വേണ്ടി എനിക്ക് ഷോർട്ട് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പരീക്ഷിക്കാൻ എൻ്റെ പെട്ടെന്ന് നീളും. എൻ്റെ ഇച്ചിരി വെട്ടിയും തന്നെ എല്ലാവരും കണ്ടുപിടിക്കുന്നേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് കഴിയുമ്പോൾ ഈ മുടി യേശുവിൻ്റെ കൃപയാൽ ഇങ്ങനെ പരസ്യത്തിന് വരണ പോലെയാവും ഈ മുടി. എന്നിട്ട് ആൾക്കാർ ചോദിക്കും ഹെയർ ഫിക്സിങ് ആണോ? ഹെയർ ഫിക്സിങ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഹെയർ ഫിക്സിങ്ങിൻ്റെ കൊച്ചു വന്ന് മുടി ചെയ്തുകൊണ്ട് പോയെന്ന്.
അതിൻ്റെ മുടിയിൽ ഭയങ്കര റേറ്റിന് ഹെയർ ഫിക്സ് ചെയ്താൽ ചീകുമ്പോൾ ആദ്യം പ്രോബ്ലം ഇല്ലാന്ന്, പിന്നെ ചീകുമ്പോൾ പൊട്ടി അല്ലാത്ത മുടി കൂടെ പോയി അത് അവർ തന്നെ വന്ന് കളഞ്ഞിട്ട് പിന്നെ ഹെയർ ലാസിങ് ചെയ്ത്. അപ്പോൾ എന്ത് സന്തോഷം. നമുക്ക് നമ്മുടെ കൊണ്ട് തന്നെ ദൈവം തന്നെ കൊണ്ട് തന്നെ മികവുറ്റതാക്കാം. നമ്മുടെ ഉള്ളൊക്കെ കറക്റ്റ് ആക്കിയാൽ മതി. അപ്പം അനുസരണത്തിൻ്റെ നാട്ടിൽ പോയി അനുഗ്രഹത്തിൻ്റെ ഭവനത്തിൽ കയറാം. ഞങ്ങൾ പറഞ്ഞൊന്ന് കേട്ടാൽ മതി. വിറ്റാമിൻ ഗുളിക കഴിക്കണം, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. ഇത്രയും കഴിച്ചാൽ പണ്ട് എങ്ങനെ മുടി ഉണ്ടായിരുന്ന ആ അവസ്ഥയായിട്ട് നമുക്ക് ഈ മുടിയിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ പ്രത്യാശയുള്ളവരായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. ഓക്കെ, ശരി. മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു. ഹെയർ ലാക്സിങ് ചെയ്തേക്കണേ. ഇത് കണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യാൻ. ഇത് ഫിക്സിംഗ് ഒന്നും അല്ല കേട്ടോ, സ്വന്തം മുടി കേട്ടോ. ഇനി ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഹെയർ ഫിക്സിംഗ് ആണോ എന്നും എന്നോട് ചോദിക്കണേ. സ്വന്തം മുടി തന്നെയാണ്. അപ്പോൾ സ്വന്തം മുടി തന്നെ ദൈവം ഓരോ പരിഹാരം തന്നിട്ടുണ്ടല്ലോ. ഓരോ ട്രീറ്റ്മെൻറ്റിൽ ദൈവം നല്ല ഓളി തോന്നണല്ലേ. ഇത് ഓളിമിനൈസിങ് അല്ല കേട്ടോ, ഹെയർ ലാസിങ് ആണേ. ദേ കണ്ടോ, സൂപ്പറായിട്ടാ, എന്നാ ഭംഗി. ഇപ്പോൾ ദേ ആവശ്യത്തിന് മുടിയായില്ലേ. ഇനി തലേന്ന് മൾട്ടി വിറ്റാമിനും ഇതുമൊക്കെ ചെയ്ത് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും പണ്ട് ഈ കൊച്ചിന് ഒത്തിരി മുടി ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ ലെവലിലേക്ക് വരും. നിങ്ങൾ ആദ്യത്തെ മുടി കണ്ടതാലോ. അപ്പോൾ ഇങ്ങനെയുള്ളവരൊന്നും വിഷമിക്കേണ്ട. മുടി എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. നല്ല ഉള്ളു തോന്നിക്കണില്ലേ, നോക്കിയേ, നല്ല ഉള്ള ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ ഹസ്ബൻഡ് താഴെ വെയിറ്റ് ചെയ്യണേൻ്റെ ഒരു ടെൻഷനുണ്ട്. അപ്പോൾ ശരി എന്നാൽ കണ്ടല്ലോ, ശരിക്കും കാണാമല്ലോ. എനിക്ക് മുടി കാണാൻ പാടില്ലേ, പച്ച ഡ്രസ്സായത് കാരണം. ഇനിയിപ്പോൾ ഇത് എറിയ അടിക്കാൻ വരുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അപ്പോൾ നിറച്ച് മുടി ഉണ്ടായതിൻ്റെ തെളിവായിട്ട് 1 കിലോ ജിലേബിയൊക്കെ ആയിട്ട് വരട്ടെ മുടി ഉണ്ടായവരൊക്കെ. അപ്പോൾ ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഞാനിതിനെ പ്രിഫർ ചെയ്ത് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാനാ. പക്ഷെ മോള് പറയണത് പിന്നെ ഇത് ഒരു വോളിമിനൈസിങ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഹെയർ ലാസിങ് മതി, ഓളിയം തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ വെർജിൻ ഹെയർ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാരണം ഇത്തവണ നമ്മൾ ഹെയർ ലാസിങ് ചെയ്യാൻ പോണേ. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇത് തലയോട്ടി കാണാം. ഇത് പയ്യെ ഇങ്ങനെ പൊക്കി കാണും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ഇത് അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ തലയോട്ടി കാണില്ലാത്ത പോലെ നിറച്ച് മുടി വന്നത് കാണാൻ വേണ്ടി ഇവിടെ കാണിക്കണേ. അപ്പോൾ ഫ്രണ്ടിൽ ഒട്ടും മുടിയില്ല. നമ്മളെപ്പോഴും ഫ്രണ്ടിൽ മുടിക്കും. നമ്മളെപ്പോഴും തലയുടെ ഫ്രണ്ടിൽ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കണം. തല ചുമ്മാ നമ്മളിങ്ങനെ നെക്കി വിട്ടോന്ന് തല ഭയങ്കര നല്ലതാണ്. തലയ്ക്കിങ്ങനെ മസാജിങ്. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മസാജ് ചെയ്യുക. മക്കളെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ മക്കൾ ചെയ്ത് തരട്ടെ. നമുക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ വന്ന് ഇച്ചിരി പൈസ കൊടുക്കുക, സ്പാ ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ മസാജിങ് മസ്റ്റായിട്ട് വേണം. ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ മുടി ഇപ്പം നമ്മളെ തലയിട്ട് ഒരു പണിയില്ല. അത് കാരണമൊക്കെയാണ്. പിന്നെ ഭയങ്കര ഫ്രസ്സിയാണ്. വൈറ്റ് ഹെയർ ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ കളർ ചെയ്യുന്നുണ്ടോ അതോ എണ്ണ ചെയ്യണം? എണ്ണ കളറായിട്ട് തുടങ്ങിയിട്ട് എണ്ണ ചെയ്യുന്നുണ്ട്. എണ്ണ ചെയ്താലും കണ്ടമാനം ഫ്രസ്സിയാവും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഹെയർ ലാസിങ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, ഈ മുടിയിലേക്ക് ഒന്ന് ക്ലോസപ്പ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈയൊക്കെ വേണമെങ്കിൽ തൂക്കിയിടാട്ടോ. ഞാൻ തൂക്കിയിടുന്നില്ല, കൊച്ചിനെ വേദനയെടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ വികസിച്ചിരിക്കുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കോ. ഞാൻ വരാൻ താമസിച്ചാലും കഴുകി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, മുടിയിരിക്കണ ഇരിപ്പ് കണ്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ ലാസിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം ഇവിടെ എന്തോരം ഉള്ളുണ്ടാകുന്ന കണ്ടല്ലോ, ബിഫോർ കണ്ടല്ലോ. ഇവിടെ ഒട്ടി ഇവിടുത്തെ ഉള്ളുപോലെ നമ്മൾ അടിയിലാക്കിയിട്ടുണ്ട്. ഇച്ചിരി ചുളിവൊക്കെ കൊടുത്ത് ഇച്ചിരി ഓളിയം കൂട്ടാൻ, ഇങ്ങോട്ട് നന്നായിട്ട് ഓളിയം കൂട്ടാൻ ഇങ്ങനെ കണ്ടോ. ഇവിടുത്തെ പോലെ ഇങ്ങനെ ഒതുക്കിയിട്ടില്ല. നമ്മളിവിടുത്തെ കണ്ടോ അയണിങ് ഒന്നും ഒക്കെ കുറച്ച് കൊടുത്ത് ഓളിയം കൂട്ടി. അപ്പോൾ ഒരു ഉള്ളു തോന്നിക്കുന്നത് ഇപ്പോൾ കണ്ടില്ല, ആവശ്യത്തിന് മുടിയായില്ല. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ മുടിയുണ്ട്, നാച്ചുറൽ ലുക്ക്. ഇത് ചെയ്തതാണ് ഒരു മനുഷ്യൻ പറയില്ല, ഇത് ചെയ്തതാണ് ഈ കൊച്ചിൻ്റെ മുടിയാന്ന് തോന്നിയിട്ട്. ചെറിയൊരു ഈ നമ്മളങ്ങനെ ചെയ്തതാണ് നാച്ചുറൽ ലുക്കിന്. ഒരു ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ ഒത്തിരി വടിയാക്കാണ്ട് നമ്മളിങ്ങനെ ചെയ്യുക. അപ്പോൾ ഇത് കണ്ടോ, അതിമനോഹരമായ കാഴ്ച കണ്ടോ. അപ്പോൾ അത് ശരിക്കുള്ള ഫ്രണ്ടിൽ മുടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വയസ്സിന് അടുത്ത് ഇങ്ങനെ ചേച്ചിയാൽ ഫ്രണ്ട് ഭയങ്കര രസമായിട്ട് കാണാം. മുഖം കാണിക്കില്ലല്ലോ, അപ്പോൾ കാണാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ, എനിക്ക് ഭംഗി. അപ്പോൾ ശരിക്കും ഉള്ളിൽ ഇതൊക്കെ ഇത് കണ്ടോ, ഇത്രയൊക്കെ മുടി ഉണ്ടായല്ലോ. നിരാശപ്പെടാണ്ട് കൊച്ചു ന്യൂസിലൻഡിന് പോവുക. അവിടെ ചെന്ന് ഇനി ആഫ്റ്റർ കെയർ ഒക്കെ കഴിഞ്ഞ് ന്യൂസിലൻഡിൽ നിന്ന് വന്ന വഴി ചെയ്യാൻ പറ്റട്ടോ.
ഈ മുടി എന്തോരും ആയി ഇങ്ങനെ ആശാദിക്ക് ഭയങ്കര ടെൻഷനാ. നമ്മള് ചേച്ചിനെ വിശ്വസിച്ച പിന്നെ പിന്നെ എന്തേലും പറ്റുമോ മുടി. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ പൊടി കാണാൻ എനിക്ക് ടെൻഷനില്ല. ആശാദി തന്നെ ജീവൻ പോണ പോലെ പേടിച്ച് വിറച്ചൊക്കെയാട്ടെ ഇരിപ്പ്. ഭയങ്കര പേടിച്ച് എന്താകും അവസ്ഥ ഈ മുടിയുടെ. ഭയങ്കര ഇപ്പോഴാണ് ആ കൊച്ച് കണ്ണാടിയിലൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കൊച്ചിനായത്. ഭയങ്കര ഒരു ഭയത്തിലായിരിക്കണ രസമാണ്. അപ്പോൾ അത് കണ്ടോ അപ്പോൾ മുടി ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാകും മുടി. അപ്പോൾ മൾട്ടി വിറ്റാമിനും എടുത്ത് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്താൽ മതി. അത് എടുക്കണം കേട്ടോ. ആന മേടിച്ചൊക്കെ തോട്ടി മേടിക്കാതിരിക്കരുത്. ഞാൻ പറയുന്ന ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. എന്നാലേ സൾഫേറ്റ് ഫ്രീ ഷാമ്പു. ഇന്നലെ ബ്യൂട്ടി പാർലറിൻ്റെ ക്ലാസ് ആയിരുന്നു. അവർ ഇങ്ങനെ ഹെയർ ഡേ പറയാം സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ മുടി അപ്പടി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നാലും ഷാമ്പു യൂസ് ചെയ്യണ്ട. എന്നാൽ പിന്നെ നല്ല ഷാമ്പു യൂസ് ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ പേസ്റ്റൊക്കെ പൊട്ട പേസ്റ്റ് കൊണ്ട് വായിൽ തൊഴിൽ പോകി നിങ്ങൾ തേക്കുമോ? വെണ്ണയിൽ തലയിൽ തലയോട്ടിക്ക് കൊടുക്കില്ലാത്തത് തലയ്ക്കും മുടിക്ക് കൊടുക്കില്ലാത്തത് അതിൻ്റെ ആവശ്യമില്ലോ. നമ്മൾ പറയണം തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം മുടി ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നാൽ മതി. പിന്നെ വിറ്റാമിൻ ഗുളിക കഴിക്കുന്ന കാര്യത്തിൽ മറക്കരുത്. ആരോഗ്യം വേണം. വിറ്റാമിൻ കഴിക്കാൻ ഫുഡ് കഴിച്ചാൽ മതി. ഫുഡ് കഴിക്കണില്ലല്ലോ. മൾട്ടി വിറ്റാമിൻ, സിങ്കോവൈറ്റ്, ബയോട്ടിൻ മാറി മാറി കഴിക്കുക. D3 ടെസ്റ്റ് ചെയ്യണം. പറഞ്ഞ് ഇപ്പോൾ ലാഭകാരം എനിക്ക് ബെൻസ് കൊണ്ട് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു വലിയ ഹാപ്പി ആട്ടോ. അപ്പോൾ ശരി എന്നാൽ.